സോറിയാസിസ് ചികിത്സയ്ക്ക് ശേഷം ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങുന്ന രോഗികളെല്ലാവരും അതിനുശേഷം ഹാപ്പി ആയിരിക്കുന്നത്, സന്തോഷവാന്മായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ. സോറിയാസിസ് സാധാരണ ഒരു ചർമ്മരോഗം മാത്രമല്ല, ഇത് ബാധിക്കുന്നവരുടെ ശരീരത്തിനെയും മനസ്സിനെയും അവരുടെ ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഇത് ഓരോരുത്തരിലും അഫക്ട് ചെയ്യുന്നത്. സോറിയാസിസ് ഉള്ളവരിൽ സാധാരണയായി ശരീരത്തിൽ ചൊറിച്ചിൽ, പുകച്ചിൽ, ശരീരത്തിൽ നിന്ന് ചർമ്മം അടർന്നു പോവുക, അതുപോലെ ഉറക്കമില്ലാത്ത അവസ്ഥ, ഇവയൊക്കെ സാധാരണമായി കാണുന്നു. ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമെ അവർക്ക് നാണക്കേടും അതുപോലെ ആത്മവിശ്വാസക്കുറവും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടലുകളും ഒക്കെ നേരിടേണ്ടി വരുന്ന അവസ്ഥ വളരെ ഭീകരമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇതിനുവേണ്ടി മരുന്നും മറ്റു പല ലേപനങ്ങളും ഒക്കെ ഉപയോഗിച്ച് താൽക്കാലിക ആശ്വാസം നേടുന്നുണ്ടെങ്കിലും രോഗം വീണ്ടും വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോറിയാസിസിനെ വളരെ കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അതിന്റെ റൂട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ചികിത്സ ആരംഭിക്കുകയാണ് സാധാരണ ചെയ്തു വരുന്നത്. രക്തശുദ്ധിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ചർമ്മത്തിന് പുതുജീവനേകാൻ ഞങ്ങളുടെ ചികിത്സയിൽ കൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സയിലൂടെ എത്ര പഴക്കമുള്ള സോറിയാസിസും കൃത്യമായി ഭേദമാക്കാൻ സാധിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് രോഗികൾക്ക് വളരെ സന്തോഷം തരുന്ന കാര്യം എന്ന് ഞങ്ങൾക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തി ചികിത്സിക്കുന്നതുകൊണ്ട് മാത്രമാണ് സോറിയാസിസ് ചികിത്സ ആയുർദാനിൽ ഇത്രയും എഫക്റ്റീവ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം. സോറിയാസിസ് ചികിത്സ പൂർത്തിയാക്കുന്നവർക്ക് തെളിഞ്ഞ ചർമ്മം മാത്രമല്ല ലഭിക്കുന്നത്, നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ ലഭിക്കുന്നു. അതോടൊപ്പം അവർക്ക് നഷ്ടപ്പെട്ട പുഞ്ചിരി, അതോടൊപ്പം അവരുടെ നഷ്ടപ്പെട്ട ഉറക്കം, ഇതൊക്കെ അവർക്ക് തിരിച്ചു ലഭിക്കുന്നു എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. ഈ ചികിത്സയ്ക്ക് ശേഷം ഇത് വീണ്ടും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുന്നതോടുകൂടി എത്ര പഴക്കമുള്ള സോറിയാസിസും വീണ്ടും വരാതെ പ്രിക്കോഷൻ എടുത്ത് നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഇതിനെ നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്.